ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി 2 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. വേണ്ടുന്ന ചേരുവകൾ: വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, കായം, ഉലുവ, കടുക്. പിന്നെ വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. കണ്ടില്ലേ, മഞ്ഞ കൊണ്ട് വെളിച്ചെണ്ണ എല്ലാം ഉറഞ്ഞിരിക്കുക. പിന്നെ മുളക് പൊടി. അപ്പം നമുക്കിതൊന്ന് തയ്യാറാക്കാം. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ നാരങ്ങ എല്ലാം വഴറ്റിയെടുത്തിട്ട് അത് 4ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ചേരുവകളെല്ലാം നമുക്ക് ചേർക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷനൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ ആദ്യമേ തന്നെ കിട്ടും. എല്ലാവരും അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം വരണ്ടിട്ടുണ്ട് നല്ലതുപോലെ. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ചതച്ചതാണ്, പച്ചക്കടുകാണ്. പച്ചക്കടുക് ഇടുമ്പോൾ നമുക്കൊരു ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടും. ഇതിലേക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടിയൊക്കെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. കാശ്മീരി പൊടിയാണ്.
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയം നമ്മൾ ചെറിയ തീയിൽ വേണം എടുക്കാൻ. നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. നിറം ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അച്ചാറിനൊക്കെ ഒരു നിറം വേണ്ടേ. ഇനി നമുക്ക് ഇരുന്നൊന്ന് ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങും. നമുക്കിനി കായപ്പൊടി നമ്മൾ കായം ചേർക്കുമ്പോൾ അത് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ആറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പൊടി ചേർക്കുന്നതിനെക്കാട്ടി നല്ല ഫ്ലേവർ കിട്ടും. കായം നമ്മൾ പൊടിച്ച് എടുക്കണം. കട്ടക്കായ നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് പൊടിച്ച് വെച്ചേക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങാച്ചാറിൻ്റെ എല്ലാ പരിപാടിയും തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും നാരങ്ങാച്ചാർ ഇടുന്നെങ്കിലും ഓരോരുത്തർക്കും ഓരോ വെറൈറ്റി റെസിപ്പീസ് അല്ലേ. എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഈ ഷുഗറൊക്കെ ഇല്ലാത്തവരന്നേ ഒരു ശകലം പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാവുന്നതാണ്, സ്വല്പം മധുരത്തിന് വേണ്ടി. അത് ഓപ്ഷണലാണ്. ഇപ്പോൾ ഒട്ടും ഗ്രേവി ഇല്ല, കണ്ടോ, നല്ല തിക്ക് ഗ്രേവിയോടുകൂടി, വെള്ളമേ ഇല്ല, നമ്മൾ ഒഴിച്ചിട്ടില്ല. ആ എണ്ണയുടെ ഇതാണ്, നമ്മൾ വരട്ടാനെടുക്കുന്ന എണ്ണയാണ് ഗ്രേവിയായിട്ട് വരുന്നത്. കണ്ടോ, ഇപ്പം ഈ ഒരു ഗ്രേവി മാത്രം തൊട്ട് ചോറുണ്ടാകും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട്
നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ദിവസം കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. ഇനി തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് എടുത്ത് വെക്കാം.